പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ് ഇടിച്ചുകൂടി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറക്കലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. ആ രാത്രിയുടെ കെട്ടിൽ ഒരായുഷ്കാലം അത്രയും നമ്മെ വേട്ടയാടിയത്. പ്രകൃതി ഒരുക്കിയ ജനയുദ്ധത്തിൽ ഒരിക്കൽ കൂടി നാം പരാജയപ്പെട്ടു. അതിദയനീയമായ പരാജയം. ഈ ധീരാവേദം നിങ്ങൾക്കുള്ള കാറ്റിക്കൊള്ളുന്നത് ഞങ്ങൾക്കാണ്. കാരണം ഞങ്ങൾക്ക് കഥയുണ്ട്. പ്രകൃതിയും മനുഷ്യനും ഒത്തിറങ്ങി ചേർന്ന ഒരു കഥ. സൂര്യൻ വരെ വെള്ളം. സ്വസ്ഥമായ സ്വച്ഛമായ തേയിലക്കാട് സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ വരെ വരുന്ന പശ്ചിമഘട്ടത്തിലെ അതിമനോഹരമായുള്ള സ്വർഗതുല്യമായ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ മലനിരകളും കുന്നിൻ ചെരുവുകളും മുത്തകയും ചൂരമലയും പിന്നെ കുറേ വയനാട്ടിലെ മൂന്നാറായിരുന്നു. കൊടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, കൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാറ്റി കണ്ടേ ഓരത്തൊരു മലരും കേട്ടേ അടിമാറും കിളിയെ കണ്ടേ ഞാനെന്ന ഭാവം മാറ്റി. ചെറിയൊരു പട്ടണമാണുണ്ട്. നിറയെ കടകളുണ്ട്, വീടുകളുണ്ട്, 1000-ലേറെ പേർ ജീവിതം പുലർത്തുന്നുണ്ട്. ഈ നാടിന്റെ ജീവനാടിയാണ് ഈ സ്കൂൾ. വെള്ളാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു 100 പേര് സ്ഥിരമായി വിളയിച്ചുകൊണ്ടിരുന്ന സ്കൂൾ. ഇവിടുത്തെ ഉത്സവം ഈ മലയോര മേഖലയുടെ തന്നെ ഉത്സവം. മുണ്ടക്കൈക്കാരും പുത്തുമലക്കാരും അട്ടമലയിലുള്ളവരും തുഞ്ചിപട്ടണത്തുള്ളവരും എല്ലാം നാടിന്റെ ഉത്സവത്തിനായിരുന്നു. മുസ്ലിം, ക്രിസ്ത്യനും ഹിന്ദുവും ഒരു വേർതിരിവില്ലാത്ത പ്രേമാണിയായിരുന്നു. കുഞ്ഞപ്പുഴ കരകവിലൊരു ആകപ്പാടൊരു അപകടം. ഭയാനകമായ ശബ്ദം കേട്ടാണ് ആദ്യം എല്ലാവരും വെള്ളിമലയിലെ വെള്ളോളിപ്പാറയുടെ ഒരു പാറക്കെട്ടുകളും കുതിച്ചൊഴുകിയ കേട്ടു. ഒരു നാട് അപ്പാടെയില്ലാതെ
പുഞ്ചിരി മാത്രം സങ്കടകരമായി. എത്ര പേർ ഇവിടെ മണ്ണിൽ അമർന്നുപോയെന്ന് ആർക്കും ഒരു പിടിവുമില്ല. ചൂരൽപ്പായിലും വെള്ളാറ സ്കൂൾ പരിസരത്തു നിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്തു. 3.5 മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുളച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഈ വലിയ ദുരന്തം നിർത്തിവെച്ച് തെറ്റ് പ്രകൃതിയായ നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടേതും കൂടിയാണ്. ഓർക്കുക, ചിന്തിക്കും.